സുജി, നമുക്കറിയാം ഇന്ന് ഏറ്റവും അധികം ആൾക്കാർ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരു പരിപാടിയാണ് ഫ്രാഞ്ചൈസ് ബിസിനസ്, അല്ലെങ്കിൽ ഫ്രാഞ്ചൈസി മോഡൽ ബിസിനസ്സിലേക്ക്. അതായത് നമ്മുടെ ബിസിനസ് കുറേ കൂടെ എക്സ്പാൻഡ് ചെയ്ത് എവിടെ പോയാലും നമ്മുടെ ബ്രാൻഡ് കാണാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. അപ്പോൾ അത്തരത്തിലൊരു ബിസിനസ്സിലേക്ക് കടക്കുന്ന സമയത്ത് നമ്മൾ ബ്രാൻഡിങ്ങിൽ ശ്രദ്ധിക്കേണ്ടതുണ്ടോ, അല്ലെങ്കിൽ ബ്രാൻഡിങ്ങിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? ഒരുപക്ഷേ മറ്റ് ബിസിനസ്സിനെ അപേക്ഷിച്ച് നോക്കുന്ന സമയത്ത് മറ്റ് ബിസിനസ്സുകൾ നമ്മൾ ബ്രാൻഡിങ്ങുമായി ബന്ധപ്പെട്ട് വലിയ കാര്യമായിട്ടൊന്നും ചെയ്തില്ല എന്നുണ്ടെങ്കിലും ഫ്രാഞ്ചൈസി ബിസിനസ്സിൽ അത് ചെയ്തേ പറ്റൂ. കാരണം അത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതിനൊരിക്കലും ഫ്രാഞ്ചൈസി എന്ന് വിളിക്കാൻ കഴിയത്തില്ല. കാരണം ഫ്രാഞ്ചൈസിയുടെ ഏറ്റവും ബേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബ്രാൻഡിൻ്റെ ഫൗണ്ടേഷൻ സ്ട്രോങ് ആക്കുക എന്നുള്ളതാണ്. അതിലേക്ക് കടക്കുന്ന മുമ്പ് ആരാണ് ഈ ഫ്രാഞ്ചൈസി കൊടുക്കേണ്ടതെന്നുള്ളത് നമ്മൾ ആദ്യം ഡിസൈഡ് ചെയ്യണം. പലരും ഒരു ബിസിനസ് ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ അവർ ഡിസൈഡ് ചെയ്യും, ഓക്കെ ഈ ബിസിനസ് നമുക്കൊരു ഫ്രാഞ്ചൈസി മോഡലിൽ റൺ ചെയ്യാം. എന്നിട്ട് ഒരു സ്ഥാപനം ആരംഭിക്കും, അതിനോടൊപ്പം തന്നെ ഫ്രാഞ്ചൈസി കൊടുക്കാനും തുടങ്ങും. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. എപ്പോഴും ഫ്രാഞ്ചൈസി കൊടുക്കേണ്ടത് ആ ഒരു സ്ഥാപനം നമ്മൾ റൺ ചെയ്ത് അതിൻ്റെ സിസ്റ്റംസ് എല്ലാം പ്രോപ്പറാക്കി അവിടുത്തെ വർക്ക് ഫ്ലോ എല്ലാം കറക്റ്റ് ചെയ്ത് അതൊരു പ്രോപ്പർ സ്ട്രക്ചർ ആക്കിയതിന് ശേഷം മാത്രമാണ് അത് യൂസ് ചെയ്യാനായിട്ടുള്ള ലൈസൻസ് മറ്റാൾക്കാർക്ക് കൊടുക്കേണ്ടത്. അല്ല, ഒരു സംശയം ചോദിക്കട്ടെ. അപ്പം ഈ സാധാരണഗതിയിൽ ഇത്തരത്തിൽ റൺ ചെയ്യാത്ത അല്ലെങ്കിൽ തുടക്കക്കാരനായ ഒരു ബിസിനസ്സുകാരൻ്റെ ഫ്രാഞ്ചൈസി ബുദ്ധിയുള്ള ആരെങ്കിലും എടുക്കുമോ? ബുദ്ധിയുടെ കാര്യം ഞാൻ പറയുന്നില്ല, പക്ഷേ സാധാരണഗതിയിൽ അങ്ങനെ ആരും എടുക്കാറില്ല, എടുക്കാൻ പാടില്ല എന്നുള്ളതാണ്. അങ്ങനെ എടുക്കുന്ന ആൾക്കാരും ഉണ്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ അത് ശരിയായിട്ടുള്ള രീതിയല്ല. കാരണം നമ്മളൊരു ഫ്രാഞ്ചൈസി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഓൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പേര് കാരണം തന്നെ നമുക്ക് ബിസിനസ് നടക്കണം. ഇപ്പോൾ അറിയാം, KFCയുടെ ഒരു സ്ഥാപനം നമ്മൾ ആരംഭിച്ചു കഴിഞ്ഞാൽ ഈവൻ വിത്തൗട്ട് എനി മാർക്കറ്റിംഗ് ആയിട്ട് ഒരു മാസം അവിടെ കയറാൻ പറ്റത്തില്ല, അമ്മാതിരി തിരക്കായിരിക്കും. കാരണം ആ ബ്രാൻഡ് വാല്യൂ ആണ്. അപ്പം ഈവൻ മാർക്കറ്റിംഗ് കുറച്ചുകൊണ്ട് നമുക്ക് ഈ പറയുന്ന ഫ്രാഞ്ചൈസി ബിസിനസ് റൺ ചെയ്യാനായിട്ട് കഴിയണം. അങ്ങനെ കഴിയണമെന്നുണ്ടെങ്കിൽ ആ പാരൻറ്റ് സ്ഥാപനം വളരെ സ്ട്രോങ് ആയിട്ടുള്ള മാർക്കറ്റിംഗ് ചെയ്ത് ഐഡൻറ്റിറ്റി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവണം. അല്ലാന്നുണ്ടെങ്കിൽ മറ്റാർക്കും അനുകരിക്കാൻ കഴിയാത്ത ഒരു പ്രോസസ്സ്, ഒരു സിസ്റ്റം അവിടെ ബിൽഡ് ചെയ്തിട്ടുണ്ടാവണം. അപ്പം ഈ ഫ്രാഞ്ചൈസി എടുക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടി ഈസി ആയിരിക്കും. കാരണം ആൾക്ക് എംപ്ലോയീസിന് ട്രെയിൻ ചെയ്യിപ്പിക്കേണ്ട ആവശ്യം വരുന്നില്ല, ആൾക്ക് റോ മെറ്റീരിയൽസിന് അന്വേഷിച്ച് പോകേണ്ട ആവശ്യം വരുന്നില്ല. ആൾക്ക് ഈ പറയുന്ന ടേംസും കണ്ടീഷൻസും ആ ഒരു സ്ട്രക്ചറും കൃത്യമായിട്ട് ഫോളോ ചെയ്ത് ഒരു എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള കമ്പനി അല്ലെങ്കിൽ കൂടി അവരുടെ ബിസിനസ് മോഡൽ ഒരു യുണീക്കാണ്, അല്ലെങ്കിൽ ഒരു പുതിയ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള സംഭവമാണെങ്കിൽ മറ്റാർക്കും ഈസിലി റെപ്ലിക്കേറ്റ് ചെയ്യാൻ കഴിയാത്തൊരു മോഡലാണ് എന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാനായിട്ടുള്ള റൈറ്റ്സ് നമുക്ക് കൊടുക്കാനായിട്ട് കഴിയും. റൈറ്റ്. അപ്പോൾ അത്തരത്തിൽ നമ്മൾ ഒരു ഇത് തുടങ്ങുന്ന സമയത്ത് ഈ ബ്രാൻഡിങ്ങിന് എത്രത്തോളം അതിൽ പ്രാധാന്യം? ഞാൻ ആദ്യം പറഞ്ഞ പോയിന്റ് തന്നെയാണ്. അതായത് മറ്റ് സ്ഥാപനങ്ങളിൽ നമ്മൾ ബ്രാൻഡിങ്ങിൻ്റെ ആക്ടിവിറ്റീസ് ചെയ്തില്ല എന്നുണ്ടെങ്കിലും വലിയ പ്രശ്നം വരുന്നില്ല. പക്ഷേ ഇതിനകത്ത് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം കൂടുതൽ ഡ്യൂപ്ലിക്കേറ്റ്സ് വരാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്. ലീഗൽ വയലേഷൻസ് വരാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഞാനൊരു ഫ്രാഞ്ചൈസി ഒരു സ്ഥാപനത്തിൻ്റെ എടുക്കുന്നു, എനിക്ക് തോന്നുകയാണ് ഇനി സ്ഥാപനത്തിൻ്റെ ആവശ്യം വരുന്നില്ലല്ലോ, എനിക്ക് സ്വന്തമായിട്ട് കാര്യങ്ങളിൽ ഞാൻ പഠിച്ചു കഴിഞ്ഞു, ഇനി ഞാൻ സ്വന്തമായിട്ട് തന്നെ നടത്തിക്കോളാം. അങ്ങനെ എഗ്രിമെൻറ്റ് ക്ലോസ് ചെയ്തിട്ട് ഞാൻ സ്വന്തമായിട്ട് നടത്തുന്നു. ഇവിടെ ബ്രാൻഡിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് വളരെ ആവശ്യമാണ്. ബ്രാൻഡിങ്ങിന് വലിയൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ആ ബ്രാൻഡ് നെയിം എന്ന് പറയുന്നത്. എപ്പോഴും ഒരു ബ്രാൻഡ് നെയിം ചൂസ് ചെയ്ത് ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ കിട്ടിയതിന് ശേഷം മാത്രമേ അത് ഫ്രാഞ്ചൈസി കൊടുക്കാൻ പാടുള്ളൂ. നിയമമല്ല ഞാൻ പറയുന്നത്, പക്ഷേ പ്രാക്ടിക്കലി കുറച്ചുകൂടെ നല്ലത് അതായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ മറ്റാർക്ക് വേണമെങ്കിൽ അപേക്ഷിച്ചിട്ട് ഒരു പക്ഷേ അവർക്കും കിട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കുറേ ലീഗൽ കോംപ്ലിക്കേഷൻസ് ഒഴിവാക്കാനായിട്ട് കുറഞ്ഞത് ഒരു വർഷമെങ്കിലും ആ ബിസിനസ് റൺ ചെയ്ത് സക്സസ്ഫുൾ ആക്കി ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ കിട്ടിയതിന് ശേഷം മാത്രം അത് കൊടുക്കുക എന്നുള്ളതാണ്. സെക്കൻഡ്ലി, സാധാരണ ഫ്രാഞ്ചൈസീസ് കൊടുക്കുന്നത് കഫേസും അതുപോലെയുള്ള ഈ ബ്രോസ്റ്റഡ് ചിക്കൻ പോലുള്ള അങ്ങനെയുള്ള സ്ഥാപനങ്ങളാണ്. ചെറിയ റെസ്റ്റോറൻറ്റ്സ് ഒക്കെയാണ് ഫ്രാഞ്ചൈസി കൊടുക്കുന്നതായിട്ട് ഇപ്പോൾ കാണുന്നത്, ചെറിയ ഐസ്ക്രീം ഷോപ്സൊക്കെ. അപ്പം അതിനകത്ത് ശ്രദ്ധിക്കേണ്ട മറ്റ് ബ്രാൻഡ്സിനെ വെച്ച് നോക്കുന്ന സമയത്ത്, മറ്റ് സ്ഥാപനങ്ങളെ വെച്ച് നോക്കുന്ന സമയത്ത് ഇൻറ്റീരിയറിന് വളരെ വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട്, കളേഴ്സിന് വളരെ വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട്, സ്പേസിങ്ങിന് വളരെ വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ കോഴിക്കോട് ഒരു ഫ്രാഞ്ചൈസി ഒരു ഔട്ട്ലെറ്റിൽ കയറുന്ന സമയത്തും പാലക്കാടിൽ കയറുന്ന സമയത്തും എനിക്ക് ഒരു ഫീൽ വേണം കിട്ടാനായിട്ട്. അത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ബേസിക് ആയിട്ട് ആ ബ്രാൻഡിൻ്റെ എന്താ പറയുക ഐഡൻറ്റിറ്റി നമ്മൾ സ്ട്രോങ് ആക്കണം. കളേഴ്സ് ഫിക്സ് ചെയ്യണം. ആ കളേഴ്സിനെ ആയിരിക്കും എല്ലാവിടെയും കൊടുക്കേണ്ടത്. ആൻഡ് ഓൾസോ നമ്മൾ യൂസ് ചെയ്യുന്ന ഫർണിച്ചർ ആണെന്നുണ്ടെങ്കിലും, ഫർണിച്ചറിലെ പാറ്റേൺസ് ആണെന്നുണ്ടെങ്കിലും, ഇൻറ്റീരിയർ ഡിസൈനിങ് ആണെന്നുണ്ടെങ്കിലും ഇതെല്ലാം സ്റ്റാൻഡർഡൈസ് ചെയ്യണം. ഇതൊക്കെ യൂസ് ചെയ്യാനുള്ള റൈറ്റ്സ് ആണ് കൊടുക്കുന്നത്. വൺസ് ആ
കാലാവധി കഴിഞ്ഞുവെങ്കിൽ, ആ ഫ്രാഞ്ചൈസിയുടെ കാലാവധി കഴിഞ്ഞുവെങ്കിൽ അതോടുകൂടിയിട്ട് അവർ സ്റ്റോപ്പ് ചെയ്യണം. പിന്നീട് അവർ ഈ ഐഡൻറ്റിറ്റി യൂസ് ചെയ്യാൻ പാടില്ല. അപ്പം ഐഡൻറ്റിറ്റി നമ്മളവിടെ പ്രൊട്ടക്ട് ചെയ്യണം. അങ്ങനെ പ്രൊട്ടക്ട് ചെയ്യണമെങ്കിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഐഡൻറ്റിറ്റി നമ്മൾ ബിൽഡ് ചെയ്യുക തന്നെ വേണം. അല്ല, ഇത് എനിക്ക് തോന്നുന്നു ഈ പ്രൊട്ടക്ഷനേക്കാളും പലപ്പോഴും പറ്റുന്ന അബദ്ധം ചിലപ്പം ഒരു കമ്പനി ഒരു ബ്രാൻഡ് ഐഡൻറ്റിറ്റി ക്രിയേറ്റ് ചെയ്യും. ചിലപ്പോൾ ബ്രാൻഡ് ഐഡൻറ്റിറ്റി ഉണ്ടാവില്ല, ഇന്ന സംഭവങ്ങളൊക്കെ പറയുന്നു. അത് ഒരു ഫ്രാഞ്ചൈസി കൊടുക്കുമ്പോൾ അവിടുത്തെ ചെല്ലുമ്പോൾ അവിടെ ഇങ്ങനെയൊന്നും ആയിരിക്കും ഇപ്പോൾ കാണിച്ചു വെച്ചേക്കുന്നത്. ഇപ്പം നമുക്ക് ഇപ്പം മക്കഫേലോ അല്ലെങ്കിൽ സ്റ്റാർബക്സിലോ പോയി കഴിഞ്ഞാൽ എവിടെ പോയാലും ആ ഒരു അവരുടെ പെരുമാറ്റം പോലും നമുക്ക് ഒരുപോലെ ഫീൽ ചെയ്യും. എല്ലായിടത്തും അല്ല എന്നാലും. അപ്പം ആ ഒരു അപ്രോച്ച് പലയിടത്തും കാണാറില്ല. പലരും ഒരു എന്താ പറയുക, ഇന്ന കളർ എന്നൊക്കെ പറഞ്ഞാൽ ആ ഇനിഷ്യലി ചെയ്ത് കൊടുക്കുന്നതല്ലാണ്ട് അവർ പിന്നീട് ഇറക്കുന്ന പോസ്റ്ററുകളിലോ പിന്നീട് ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയിലോ ആ ബ്രാൻഡ് ഐഡൻറ്റിറ്റി ഉണ്ടാവാറില്ല. അപ്പം എനിക്ക് തോന്നുന്നു ഒരു കൃത്യമായിട്ടുള്ളൊരു ഗൈഡ് ലൈൻസ് ഇതിന് കൊടുക്കേണ്ടത് നിർബന്ധമാണ്. ഗൈഡ് ലൈൻസ് കൊടുക്കണം. അതിനോടൊപ്പം തന്നെ മാർക്കറ്റിംഗ് ക്രിയേറ്റീവ്സ് ആരാണ് പ്രൊവൈഡ് ചെയ്യുന്നുള്ളതും ആ പറയുന്ന ഫ്രാഞ്ചൈസി എഗ്രിമെൻറ്റിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മെൻഷൻ ചെയ്യേണ്ടതാണ്. അതും അതിൻ്റെ ക്രിയേറ്റീവ്സ് ഒരുപക്ഷെ ഈ പറയുന്ന പാരൻറ്റ് സ്ഥാപനം കൊടുക്കുന്നതായിരിക്കാം, ഇവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഇവർ തന്നെ പ്രിൻറ്റ് ചെയ്യുന്നതായിരിക്കാം. അങ്ങനെ പ്രിൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവർ ഫോളോ ചെയ്യേണ്ട ഗൈഡ് ലൈൻസ് എന്തൊക്കെയാണ്, ഏത് സൈസിൽ ചെയ്യണം, എത്രണ്ണം ചെയ്യണം, അതിൽ വരുന്ന ഡിസൈൻസ് എന്തൊക്കെയാണ്, ഫോണ്ട് എന്തൊക്കെയാണ്, അതിൽ കൊടുക്കേണ്ട ചെറിയ മൈന്യൂട്ടായിട്ടുള്ള ഡിസൈൻ പോലും. കാരണം ഇത് കോപ്പിറൈറ്റ് ഇഷ്യൂസ് ഉണ്ടാവരുത്. കൊടുക്കുന്ന ഫോട്ടോസ് ആണെന്നുണ്ടെങ്കിൽ, കാരണം കോപ്പിറൈറ്റ് ഇഷ്യൂ ഉണ്ടായിക്കഴിഞ്ഞാൽ ബാധിക്കുന്നത് ഈ ഒരു സ്ഥാപനത്തെ മാത്രമല്ല, എല്ലാത്തിനെയും ബാധിക്കും. അപ്പോൾ ചെറിയൊരു ലീഗൽ ഇഷ്യൂ ഉണ്ടായിക്കഴിഞ്ഞാൽ പോലും, ഒരു പരാതി വന്നു കഴിഞ്ഞാൽ പോലും ബാധിക്കുന്ന എല്ലാത്തിനെയാണ്. ഇപ്പോൾ റീസെൻ്റ്ലി KFCയുടെ ചില ഇൻസ്റ്റാഗ്രാമിൽ കണ്ടത്, KFCയുടെ ചില സ്ഥാപനങ്ങളിൽ പോയിട്ട് അവിടുത്തെ വൃത്തിയില്ലായ്മ ആൾക്കാർ ചൂണ്ടിക്കാണിച്ചിട്ട്, കാരണം ഒരു ആൾക്കാർ ഭക്ഷണം കഴിച്ചിട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ക്ലീൻ ചെയ്യുന്നില്ല, അതുപോലെ കിടക്കണം, താഴെ കംപ്ലീറ്റ് അത് സ്പില്ലായി കിടക്കുന്നു. അപ്പം ഇത് കാരണം ഇങ്ങനൊരു വാർത്ത വന്നു കഴിഞ്ഞാൽ ബാധിക്കുന്നത് ഈ ഒരു സ്ഥാപനത്തെ മാത്രമല്ല, ഔട്ട്ലെറ്റിനെ മാത്രമല്ല, മൊത്തം KFC അത് ബാധിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാ സ്ഥാപനത്തിലും ഒരു കണ്ണ് വേണം. അത് കൊടുക്കാൻ നമുക്ക് കഴിയത്തില്ല. എല്ലാത്തിനും നമുക്ക് ഒരു 100 ഫ്രാഞ്ചൈസി ഉണ്ടെങ്കിൽ 100 നമുക്ക് സർവൈലൻസ് ചെയ്യാൻ കഴിയത്തില്ല. അപ്പം അതിൻ്റെ ആ ഒരു സ്ട്രക്ചർ കൃത്യമാക്കുക, ഡൂസും ഡോൺസും കൃത്യമായിട്ട് നിർവചിക്കുക, എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നിട്ട് മന്ത്ലി വൺസ് എങ്കിലും അവിടെ സർവൈലൻസ് നടത്തുന്നത് നല്ലതായിരിക്കും. അല്ല, ഇത് ഒരു കൃത്യമായിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡൈസ് പ്രൊസീജിയർ ഉണ്ടാക്കും. ഒപ്പം നമ്മൾ കണ്ടിന്യൂസ് ട്രെയിനിങ്ങും, ഈ പറഞ്ഞ പോലെ ഇപ്പോൾ സ്റ്റാർബക്സിലൊക്കെ ആണെങ്കിലും അവരുടെ സ്റ്റാഫിൻ്റെ ഒക്കെ ട്രെയിനിങ്, അവർ അത്രയും ട്രെയിൻഡ് ആണ്. എവിടെ ചെന്നാൽ ഒരുപോലെ പെരുമാറാനുള്ള റീസൺ അവരെ അത്രയും എക്വിപ്പ് ചെയ്തിട്ടുണ്ട്. ഇത് അത്തരത്തിലൊരു ട്രെയിനിങ് കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കാൻ പലർക്കും താല്പര്യമില്ല. പലരും ഒരു നടത്തുന്നുണ്ട് തന്നെ ഒരു തട്ടിക്കൂട്ട് ട്രെയിനിങ്, എന്തെങ്കിലുമൊക്കെ നിങ്ങൾ എന്തെങ്കിലും വന്ന് പറയാം, അല്ലെങ്കിൽ മോട്ടിവേഷൻ ചെയ്തിട്ട് പോകുമെന്ന് പറഞ്ഞിട്ട് വിടുന്ന അവസ്ഥയാണ്. കൃത്യമായിട്ട് എന്തൊക്കെയാണ് നമ്മുടെ റിക്വയർമെൻറ്റ്, നമ്മൾ എന്ത് ചേഞ്ചാണ് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നതെന്ന് ഈ ട്രെയിനർക്ക് പറഞ്ഞു കൊടുത്ത ശേഷം മാത്രം അത്തരത്തിൽ ഉള്ള ആൾക്കാരെ കൊണ്ടുവരിക. അത് കേൾക്കാൻ വെല്ലിംഗ് ആയി അതനുസരിച്ച് ട്രെയിനിങ് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരെ കൊണ്ടുവരിക എന്നുള്ളതിനകത്ത് മറ്റൊരു കാര്യം. അതിൽ സെൻട്രലൈസ്ഡ് ട്രെയിനിങ് നമുക്ക് ഡെഫിനറ്റ്ലി ആവശ്യമായിട്ട് വരും. ആൻഡ് ഷോപ്പിനകത്തുള്ള ട്രെയിനിങ്സ് നമുക്ക് ആവശ്യമായിട്ട് വരും. കാരണം ആ ഓർഗനൈസേഷൻ കൾച്ചർ മറ്റു കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആ സെൻട്രലൈസ്ഡ് ട്രെയിനിങ്സ് ത്രൂ നമുക്ക് കഴിയത്തുള്ളൂ. അല്ലെങ്കിൽ ക്ലസ്റ്റർ വൈസ്, ഇപ്പോൾ ഒരുപാട് സ്ഥാപനങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ക്ലസ്റ്റർ വൈസ് ഡിവൈഡ് ചെയ്തിട്ട് ഓരോ ക്ലസ്റ്ററിലും ട്രെയിനിങ്സ് കൊടുക്കേണ്ടതായിട്ട് വരും. ആ ട്രെയിനിങ് മോഡ്യൂൾ പ്രോപ്പറായിട്ട് ഡിസൈൻ ചെയ്യേണ്ടത് വെറുതെ ഒരു ട്രെയിനിങ് അല്ല. അതായത് നമ്മൾ ഇപ്പോൾ കോഴിക്കോട് മേഖലയിൽ ബെസ്റ്റ് ട്രെയിനർ ഇത് വ്യക്തിയാണ്, അപ്പോൾ ഈ വ്യക്തിയെ വിളിച്ചിട്ട് നമുക്ക് കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ഈ മേഖലയിലുള്ള ഫ്രാഞ്ചൈസീസിനുള്ള എംപ്ലോയീസിന് ട്രെയിനിങ് കൊടുക്കാം. ഓക്കെ, ഇനിയിപ്പം വേറെ തിരുവനന്തപുരം, കൊല്ലം ആ മേഖലയിൽ മറ്റൊരു നല്ലൊരു ട്രെയിനറുണ്ട്, വില കുറഞ്ഞ് കിട്ടുന്ന ഒരു ട്രെയിനർ, അപ്പോൾ അയാളെ കൊണ്ട് അവിടെ ഇങ്ങനെയല്ല, ഒരു പ്രോപ്പർ ട്രെയിനിങ് മോഡ്യൂൾ ഇവർക്ക് വേണം. ആ ട്രെയിനിങ് മോഡ്യൂൾ ആയിരിക്കണം ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത്. ആ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് ക്വാളിഫൈഡ് ആയിട്ടുള്ളൊരു വ്യക്തി തന്നെ ആയിരിക്കും വേണം. അത് ഒരു ടീമിൻ്റെ അണ്ടറുള്ളതാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. അങ്ങനെ തന്നെയാണ് വേണ്ടത്. എനിക്ക് തോന്നുന്നു ഈ ഒരു ഗ്രൂപ്പ് കോച്ചിങ് അല്ലെങ്കിൽ ഒരു ടീം ട്രെയിനിങ് ടീമിനെ ഏൽപ്പിക്കുന്നതായിരിക്കും. നമ്മളങ്ങനെ ആയതുകൊണ്ട് പറയുന്നില്ല, ഒരു ഇൻഡിവിജ്വൽ ഒന്ന് ചെയ്യുന്നതിനേക്കാളും എപ്പോഴും എഫക്റ്റീവ് ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ അപ്രോച്ച് ചെയ്യുന്നത്. കാരണം ഒരു കമ്പനി അത് ഏറ്റെടുക്കുമ്പോൾ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി അവർക്കുണ്ടാവും. മറ്റേന്ന് പറയുമ്പോൾ അവരൊരാൾ വന്ന് ചെയ്തിട്ട് പോകുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ എക്സ്പേർട്ടീസ് മാത്രം കിട്ടുന്നു. അതൊരു ഭയങ്കര ലിമിറ്റേഷനാണ് ഒരു പരിധി വരെ. ഇപ്പം ഞാനും ജീവൻ ട്രെയിനിങ് പോകുന്ന സമയത്ത്, ശിവമാസറെല്ലാം 3 പേരും പോകുന്ന സമയത്ത് 3 പേരുടെയും സ്കിൽ സെറ്റ് വെവ്വേറെയാണ്. സോ അതുകൊണ്ട് തന്നെ അവർക്കൊരു 360 ഡിഗ്രിയിൽ ഒരു ട്രെയിനിങ് മോഡ്യൂൾ നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് കഴിയുന്നുണ്ടാകും. കാരണം ഞാൻ ഒറ്റയ്ക്ക് പോയി കഴിഞ്ഞാൽ എനിക്ക് എടുക്കുന്ന ഒരു ലിമിറ്റേഷൻ ഉണ്ട്. ജീവൻ ഒറ്റ പോകണമെങ്കിൽ ലിമിറ്റേഷൻസ് ഡെഫിനറ്റ്ലി ഉണ്ടാവും. അപ്പം അത് കവർ ചെയ്യാനായിട്ട് ഇത്തരത്തിലുള്ള ട്രെയിനിങ് ഓർഗനൈസേഷൻസിനെ ഒരു ഇൻഡിവിജ്വലിനെക്കാളും ഓർഗനൈസേഷൻസിന് ഫോക്കസ് അത് മാത്രമല്ല, എനിക്ക് തോന്നുന്നു ഇപ്പോൾ നമ്മളൊരു ട്രെയിനിങ് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ കുറഞ്ഞതൊരു 2 മാസം മുമ്പെങ്കിലും പ്ലാനിങ് സ്റ്റാർട്ട് ചെയ്യണം.
ഇപ്പോൾ നമ്മളാണെങ്കിലും ഇപ്പോൾ നമ്മൾ കൊച്ചി മെട്രോയൊക്കെ പ്രോഗ്രാം ചെയ്യുമ്പോൾ നമ്മൾ 2 മാസം മുമ്പേ അതിൻ്റെ മിനിമം 2 മാസം മുമ്പെങ്കിലും പ്രോസസ്സ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് മീറ്റിംഗ് ഇരുന്ന് ചിലപ്പോൾ ഇവരുടെ കൂടെ പോയി വർക്ക് പ്ലേസിൽ നോക്കി ചിലപ്പോൾ അവരുടെ കൂടെ വർക്ക് ചെയ്ത് കംപ്ലീറ്റ് ഒരു സ്റ്റഡി നടത്തിയ ശേഷമാണ് നമ്മൾ അവർക്ക് വേണ്ടുന്ന മൊഡ്യൂൾ ക്രാഫ്റ്റ് ചെയ്ത് വീണ്ടും ഡിസ്കഷൻസ് നടത്തി ഒരു ഫൈനൽ സാധനത്തിലേക്ക് എത്തുന്നത്. എന്നിട്ട് അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷനാണ് ഈ ഒരു ദിവസം നടക്കുന്നത്. അപ്പോൾ ഇതൊരു 2-3-4 മാസത്തെ പരിപാടിയാണ്. പക്ഷേ ചില ആൾക്കാർ എന്ത് ചോദിച്ചാൽ ഇപ്പോൾ ട്രെയിനിങ് കൊടുക്കാൻ വേണ്ടി നമുക്ക് അടുത്ത ആഴ്ച ഒരു ട്രെയിനിങ് വേണം, അല്ലെങ്കിൽ നാളത്തെ കഴിഞ്ഞൊരു ട്രെയിനിങ് വേണം, വരാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടൊക്കെ കോൺടാക്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പം അവിടെ പറ്റുന്നൊരു പ്രശ്നം ഇതാണ്, ഒരു പ്രീ പ്ലാനും ഇല്ലാണ്ട് ഇപ്പോൾ ചില ആൾക്കാർ വിളിക്കുമ്പോൾ അവർ കിട്ടുന്ന വർക്കായെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പോവുകയും ചെയ്യും. അപ്പോൾ ആ വെറുതെ ആ കാശ് പോകുന്ന അവരെപ്പോഴും ഡെലിവർ ചെയ്യുന്നൊരു സാധനം കൊടുക്കും, അവർക്ക് ചിലപ്പോൾ ഒരു മോട്ടിവേഷൻ കിട്ടിയേക്കാം. പക്ഷേ അതിനപ്പുറത്തേക്ക് ഒരു പ്ലാനിങ്ങോ ഇല്ലാണ്ട് ഒരു സിസ്റ്റമാറ്റിക് ഇപ്പോൾ നമ്മൾ ഇപ്പോൾ കാലിക്കറ്റ് തന്നെ നമ്മൾ ഒരുപാട് സ്ഥാപനങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട്. അപ്പം ഇപ്പോൾ നമ്മൾ അരുൺ സാറിൻ്റെ സ്ഥാപനത്തിന് ചെയ്യുന്ന അതേ ട്രെയിനിങ് നമ്മളിപ്പോൾ മുമ്പ് ഇവിടെ ഫ്യൂച്ചർ പ്ലസിനൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ചെയ്യുന്ന അതേ സാധനം ഇവിടെ ചെയ്യുകയാണെങ്കിൽ രണ്ടും എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും. കാരണം നമ്മൾ രണ്ടും ബിസിനസ്സാണ്, രണ്ട് റിക്വയർമെൻ്റ് ആണ്. അപ്പോൾ അതനുസരിച്ച് ഇപ്പോൾ അവർ ടെലികോളേഴ്സ് ആണെങ്കിൽ നമ്മൾ അവർക്ക് ട്രെയിൻ ചെയ്യുമ്പം അത് ഡിഫറെൻ്റ് ആയിട്ടുള്ള അപ്രോച്ച് ആയിരിക്കും രണ്ട് ടീം എടുക്കേണ്ടി വരിക. അപ്പോൾ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ശ്രദ്ധിച്ചിട്ട് വേണം ഈ ഫ്രാഞ്ചൈസ് ബിസിനസ്സിലേക്ക് എൻ്റർ ചെയ്യാൻ വേണ്ടി. എക്സാക്ട്ലി. പിന്നെ അത് മാത്രമല്ല, ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ലീഗൽ കോംപ്ലിക്കേഷൻസ് ഒരുപാട് വരുന്നതുകൊണ്ട് തന്നെ ലയബിലിറ്റീസ് വലിയ രീതിയിൽ കൂടുതലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു കേസ് വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ പേഴ്സണൽ അസറ്റിനെ ബാധിക്കരുത്. എപ്പോഴും ലയബിലിറ്റി ലിമിറ്റ് ചെയ്യാനായിട്ട് നോക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതിനൊരു പ്രൊപ്പറേറ്ററായിട്ട് ഒരിക്കലും നിങ്ങൾ ഇത് സ്റ്റാർട്ട് ചെയ്യരുത് എന്നുള്ളതാണ്. ഒരു ബിസിനസ്, ഈ ഫ്രാഞ്ചൈസി ബിസിനസ് ചെയ്യരുത്. എപ്പോഴും ഒരു ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പോ അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയോ ആയി ചെയ്തതിന് ശേഷം മാത്രം എഗ്രിമെൻറ്റ്, ഈ കമ്പനിയും ആ വ്യക്തിയും തമ്മിലൊരു ഫ്രാഞ്ചൈസി എഗ്രിമെൻറ്റ്, ആ എഗ്രിമെൻറ്റ് ഉണ്ടാക്കുന്നത് ഇതിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള നല്ലൊരു ലോയറിനെ വെച്ചുകൊണ്ട് അവരെ കൊണ്ട് തന്നെ ഇത് നല്ല രീതിയിൽ ഡ്രാഫ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അത് കുറേ സിറ്റിങ്സ് ഇരുന്ന് അത് ഡ്രാഫ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം എല്ലാ കാര്യങ്ങളും അതിനകത്ത് മെൻഷൻ ചെയ്യണം. ഇവരുടെ എപ്പോഴൊക്കെയാണ് ട്രെയിനിങ്സ് കൊടുക്കേണ്ടത്, എന്തൊക്കെയാണ് കീപ്പ് ചെയ്യേണ്ടത്, അവിടെ ലെഡ്ജേഴ്സ് എന്തൊക്കെ കീപ്പ് ചെയ്യണം, റോ മെറ്റീരിയൽസ് എവിടെ നിന്നാണ് കളക്ട് ചെയ്യേണ്ടത്, ഇതിൻ്റെ സ്റ്റോക്ക് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം, ആൻഡ് ഈ സ്റ്റോക്ക് കഴിഞ്ഞാൽ എങ്ങനെ ഇത് ഓർഡർ ചെയ്യണം, വേസ്റ്റേജ് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, ആൻഡ് ആൾസോ ഇതിൻ്റെ റെമ്യൂണറേഷൻ, പ്രോഫിറ്റ് ഷെയറിങ് എങ്ങനെയാണ്, എല്ലാ കാര്യങ്ങളും മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ പോലും ഇതിനകത്ത്, വർക്ക് ടൈമിംഗ് എങ്ങനെയാണ്, സാലറി സ്ട്രക്ചർ ആര് കൊടുക്കണം, ഇവർ കൊടുക്കണോ, ഈ കാര്യങ്ങളെല്ലാം ഇരുന്ന് ഡിസ്കസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതപ്പോൾ പെട്ടെന്നൊരു ദിവസം ചെയ്യേണ്ട ഒരു സംഭവം അല്ല അത്, ഫ്രാഞ്ചൈസി അല്ല, മീൻസ് ഒരു തീരുമാനമല്ല, അത് മാസങ്ങളെടുത്ത് ഡിസൈഡ് ചെയ്യേണ്ടതാണ്. അപ്പം ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ബ്രാൻഡിങ്ങിൻ്റെ ആസ്പെക്റ്റിലൂടെ നോക്കുന്ന സമയത്ത് ഇമ്പോർട്ടൻ്റ് ആണ് ആ ബ്രാൻഡ് നെയിമിങ്, അതിൻ്റെ ബാക്കി ഡിസൈൻ എലമെൻറ്റ്സ്. അത് ലോഗോയിലും ബ്രാൻഡ് നെയിമിങ്ങിൽ മാത്രം വരുന്നില്ല, ഓവറോൾ ആ ഒരു ഫീല്, ഓഫീസിനകത്ത് വരുന്ന കളർ സ്ട്രക്ചർ പാറ്റേൺസ്, കാരണം അത് എല്ലാത്തിൽ നിന്നും ഡിഫറെൻ്റ് ആയിരിക്കണം അത് കാണുന്നത്. വിഷ് ചെയ്യുന്ന വേർഡ് പോലും യെസ് ഡെഫിനറ്റ്ലി അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്ഥാപനത്തിലേക്ക് വന്നിട്ട് അവരുടെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയായിരിക്കണം, യൂണിഫോം, കാര്യങ്ങളെല്ലാം മുൻകൂട്ടി നമ്മൾ ഡിസൈഡ് ചെയ്യേണ്ടതായിട്ട് വരും. ആൻഡ് ആൾസോ എംപ്ലോയീസിൻ്റെ ക്വാളിറ്റി പോലും, എങ്ങനെയുള്ളവരെ എടുക്കണം എന്നുള്ളത് പോലും, അവരുടെ ഏജ് പോലും ഇതിനകത്ത് ഒരു വലിയൊരു ഫാക്ടറാണ്. ആൻഡ് ഡെഫിനറ്റ്ലി പറയാൻ പാടില്ല, എന്നാലും ആ അപ്പിയറൻസ് എങ്ങനെയായിരിക്കണം, അവരുടെ രൂപം, ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ഡെഫിനറ്റ്ലി പരിഗണിക്കേണ്ട ഒരു കാര്യമാണ് ഓർഗനൈസേഷൻ സംബന്ധിച്ചിടത്തോളം, സ്പെഷ്യലി ഫ്രാഞ്ചൈസി സംബന്ധിച്ചിടത്തോളം.